എങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ മരണം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? മരണശേഷം എന്ത് ചെയ്യണമെന്നും പലരും പറഞ്ഞിട്ടുണ്ടാകും. മരണശേഷം എന്നെ എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹമെന്ന് ഞാൻ വീട്ടിൽ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അത് ഫേസ്ബുക്കിൽ ആവർത്തിച്ച് എഴുതുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാവരുത് എൻ്റെ മരണമെന്ന് മാത്രം പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെ മരിക്കാനാണ് ഇഷ്ടം? എപ്പോഴെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കണം. ഒരാൾക്ക് എന്തെങ്കിലും രോഗം ബാധിച്ച് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിക്കില്ല എന്ന അവസ്ഥയാണെങ്കിൽ ചികിത്സ നിർത്തിവെക്കുകയോ ചികിത്സയ്ക്കായി ഒന്നും തന്നെ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അങ്ങനെ അയാൾ തന്നെ നേരത്തെ എഴുതി വെക്കുന്ന നിയമപരമായ രേഖയാണ് ലിവിംഗ് വിൽ. മുദ്രപത്രമോ മറ്റു സർക്കാർ രേഖകളോ അപേക്ഷകളോ ഒന്നും ഇതിനാവശ്യമില്ല. ഒരു വെള്ള പേപ്പറിൽ നമ്മുടെ ആവശ്യം എന്താണോ അത് വ്യക്തമായി എഴുതിയാൽ മാത്രം മതി. ലിവിംഗ് വിൽ എഴുതുന്ന ആളിന് 18 വയസ്സിന് മുകളിൽ പ്രായമുണ്ടാകണം. വിൽ എഴുതുന്ന സമയത്ത് വസ്തുനിഷ്ഠമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള മാനസിക ആരോഗ്യമുള്ള ആളായിരിക്കണം. ആരുടെയെങ്കിലും നിർബന്ധമോ താല്പര്യമോ പ്രകാരമാകരുത് ആ തീരുമാനം. ഏതൊക്കെ രോഗാവസ്ഥയിൽ ലിവിംഗ് വിൽ ഉപയോഗിക്കണമെന്ന് വ്യക്തമായി എഴുതണം. ഉദാഹരണത്തിന്, രക്ഷപ്പെടുമെന്ന് ഉറപ്പില്ലെങ്കിൽ എന്നെ ICUവിൽ കിടത്തരുത്, വെന്റിലേറ്റർ സപ്പോർട്ട് നൽകരുത്. പിന്നീട് ഡയാലിസ് അല്ലെങ്കിൽ അവയവ മാറ്റിവെക്കൽ പോലെയുള്ളവയൊന്നും എനിക്ക് ചെയ്യേണ്ടതില്ല. പിന്നീട് എനിക്ക് ചികിത്സിച്ചാൽ ഭേദമാകാത്ത ക്യാൻസർ ആണെങ്കിൽ സർജറിയോ റേഡിയേഷനോ ചെയ്യരുത്. വേണ്ടി വന്നാൽ വേദന സംഹാരികൾ മാത്രം നൽകാം തുടങ്ങിയവയാണ്. ഈ എഴുതിയത് 2 പേർ സാക്ഷ്യപ്പെടുത്തണം. അവർ അടുത്ത ബന്ധുക്കളോ നമുക്ക് അസുഖം വന്നാൽ തീരുമാനമെടുക്കാൻ ബാധ്യസ്ഥരോ ആയവരായാൽ അത്രയും നല്ലത്. മുതിർന്ന ആർക്കും ഇതിന് സാക്ഷിയാകാം. ഈ സാക്ഷ്യപ്പെടുത്ത രേഖ ഗസറ്റഡ് ഓഫീസറോ നോട്ടറിയോ കൗണ്ടർ സൈൻ ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അതൊരു ലീഗൽ ഡോക്യുമെന്ററി ആയി. ഇതിന്റെ കോപ്പി സുരക്ഷിതമായി വെക്കുക. ഭാവിയിൽ ലിവിംഗ് വിൽ നൽകിയാൽ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഡോക്യുമെന്റ് ചികിത്സിക്കുന്ന ഡോക്ടറെ കാണിക്കുക. അതിൽ എഴുതിയിരിക്കുന്ന രീതിയിൽ ചികിത്സ നൽകാതിരിക്കാൻ ഡോക്ടർക്ക് കഴിയും. ഒരിക്കൽ ലിവിംഗ് വില്ല് നൽകിയാൽ പിന്നീട് മനസ്സ് മാറി അത് പിൻവലിക്കണമെങ്കിലും അതിനൊരു തടസ്സവുമില്ല. ലിവിംഗ് വില്ല് നൽകിയ വ്യക്തിയുടെ ബന്ധുക്കളിൽ ചിലർക്ക് അതിന് വിരുദ്ധമായ അഭിപ്രായം ഉണ്ടായാലും നിയമപരമായി ലിവിംഗ് വില്ലിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കായിരിക്കും മുൻഗണന. എല്ലാവരും മരിക്കും. ജീവിതത്തിൽ ഏറ്റവും ഉറപ്പുള്ള കാര്യവും അത് മാത്രമാണ്. പക്ഷേ അത് സ്വയം കഷ്ടപ്പെട്ടും വേണ്ടപ്പെട്ടവരെയെല്ലാം കഷ്ടപ്പെടുത്തിയും അവർ തന്നെ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരാശയമാണ് ലിവിംഗ് വിൽ. ആകെയുള്ള വീടും പുരയിടവും ഒക്കെ വിറ്റും കടം മേടിച്ചും വായ്പ എടുത്തുമൊക്കെ ചികിത്സിച്ചിട്ടും അവസാനം രോഗി മരിക്കുകയോ ജീവശവമായി കിടക്കുകയും ചെയ്യുന്ന അവസ്ഥ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെ ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നിയിട്ടില്ലേ, നമുക്ക് ഇത്രയും ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും കേറിക്കിടക്കാൻ ഒരു വീടെങ്കിലും ബാക്കിയുണ്ടായിരുന്നേനെന്ന്. അതുപോട്ടെ, അതൊക്കെ ഇതിന്റെ മറ്റൊരു വശമാണ്. എല്ലാത്തിനും നമുക്ക് പരിഹാരമൊന്നും കാണാനാവില്ലല്ലോ. പരമാവധി മനുഷ്യത്വത്തോടെയും സഹവർത്തിത്വത്തോടെയും ഇടപെടുക എന്നതേ പറ്റൂ. പക്ഷേ ലിവിംഗ് വിൽ നല്ലൊരാശയമാണ്. നന്നായി ജീവിക്കുന്നത് പോലെ ഒരാളുടെ അവകാശമാണ് മാന്യമായി മരിക്കുക എന്നത്. ആരോഗ്യമില്ലാതെ ആയുസ് മാത്രം നീട്ടിക്കിട്ടുന്ന ജീവിതം നമുക്ക് സന്തോഷം നൽകില്ലല്ലോ. സ്നേഹത്തിന്റെ ബാധ്യതയോ കുറ്റബോധത്തിന്റെ മുറിവുകളോ ശേഷിക്കാതെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാതെ ബഹളങ്ങളില്ലാതെ സ്വാഭാവികമായി മരിച്ചു പോകാൻ കൂടി